നിതിൻ രാജിന്റെ മരണത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയ വിദ്യാർത്ഥികൾ. ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പുറത്താക്കണമെന്ന ആവശ്യം അംഗീകരിക്കും വരെ ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം തുടരും. മാനേജ്മെന്റിന്റെ മൗനം ദുരൂഹം. റാമിന് പുറമെ മറ്റ് അധ്യാപകരും ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നമ്മൾ ഫ്രണ്ട് റോയിലെ ആമ്പിളറിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ലേ. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയിരുത്തും. വൈവ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വൈവ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയും നീ വൈവ കൊടുക്കണ്ട, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസ് ഒന്നും അത്ര ശരിയല്ല, നീ വൈവ കൊടുക്കണ്ട, നീ പ്രാവശ്യം എഴുതണ്ട, നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നില്ല എന്ന് നീ പറയണം തേർഡ് ഇയർ എക്സാം. ഇല്ലെങ്കിൽ നീ അഥവാ എഴുതുവാണെങ്കിൽ ഞാൻ നിന്നെ പ്രാക്ടിക്കൽ പൊട്ടിക്കും. അവസാനം ഞാൻ അങ്ങനെ എഴുതി, ഇത് ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് എനിക്ക് തന്ന അന്നത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസും കാരണമാണ് എന്നെ എഴുതിക്കാത്തത്. അതായത് അല്ലാതെ എൻ്റെ വർക്കോ അങ്ങനെയൊന്നല്ല. തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചെന്നും വിദ്യാർത്ഥികൾ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തി കരിയർ ഇല്ലാതാക്കുമെന്ന് ഭയമുണ്ടെന്നും വിദ്യാർത്ഥികൾ. എൻ്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്, അപ്പം അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു നിന്നെ കാണാൻ അഗ്ലിയാണ്, നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പൂരി കൈ പിടിച്ചു, അവളെൻ്റെ ഊങ്ങിയതാ, എൻ്റെ അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഡോക്ടർ MK റാമിനെതിരെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനിയുടെ പ്രതികരണം. അധ്യാപികയുടെ നമ്പറിലേക്ക് ലോൺ ആപ്പിൽ നിന്ന് തുടർച്ചയായി സന്ദേശങ്ങളും കോളും വന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നിതിൻ രാജിനെ മുറിയിലേക്ക് വിളിപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. മാഡത്തിൻ്റെ പരാതിയുണ്ട്, മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എൻ്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് ആദ്യം ഞാൻ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിൻ്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. അപ്പോൾ പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും. ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പോൾ അവർ മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്, ഇപ്പോൾ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റി നിന്ന് തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അതെ ഫോൺ ഏൽപ്പിച്ചിട്ടാണ്. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, ഓരോ വിദ്യാർത്ഥികളെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം തരത്താഴ്ന്ന രീതിയിലാണ് ഡോക്ടർ MK റാം ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് പെരുമാറുന്നു എന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, അധ്യാപകനല്ല അയാൾ ഒരു മൃഗമാണ് എന്നതാണ്. ഇതാ സമാനമായ പ്രതികരണം തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും വരുന്നത്. ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീതി പറഞ്ഞതുപോലെ തന്നെയാണ് പല വിദ്യാർത്ഥികൾക്കും ഈ ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് അനുഭവമാണ് അവർക്കെല്ലാവർക്കും ഉള്ളത്. അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ തുറന്നു പറയാൻ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നമ്മൾ ഇവരോട് സംസാരിച്ചു, നമ്മളിപ്പോൾ പ്രതികരണം കാണിച്ച 2 വിദ്യാർത്ഥികൾക്ക് അവർക്കും ഈ ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് 4ാം വർഷ വിദ്യാർത്ഥിയാണ്, ഒന്ന് 2ാം വർഷ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ മിക്ക വിദ്യാർത്ഥികൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അതിരൂക്ഷമായ അധിക്ഷേപം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരീരഘടനയൊക്കെ വെച്ചിട്ടുള്ള ബോഡി ഷേമിങ്, ഗുരുതരമായിട്ടുള്ള ബോഡി ഷേമിംഗ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്തായാലും ഇപ്പോഴും ഈ 4ാം വർഷ വിദ്യാർത്ഥികളൊപ്പം തന്നെ ഹൗസ് സർജന്റുമാരും ഇപ്പോൾ അവിടെ ക്ലാസുകൾ ഉപരോധിച്ച് സമരം നടത്തുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഡോക്ടർ റാമിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അവർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് ഇന്ന് സമയം ചോദിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമാണ് ചർച്ചയ്ക്ക് വന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്ററും ഈ ഡോക്ടർ റാമിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സംസാരം അവിടെ നടത്തിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹവും കറുത്ത ആളാണ്, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കറുത്ത കുട്ടികളെ അപമാനിക്കുന്നതെന്നൊരു ഡയലോഗാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ മീറ്റിംഗിൽ പറഞ്ഞതെന്നാണ്. പിന്നീട് ആ മീറ്റിംഗ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരികയായിരുന്നു. ഈ MD തന്നെ ഡോക്ടർ അദ്നാൻ തന്നെ ഈ എത്തി കുട്ടികളുമായി സംസാരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരിക്കലും മാനേജ്മെന്റ് കാര്യത്തിൽ ഒരു ഉറപ്പൊന്നും വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം, ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിലുള്ളത്. നിലവിൽ പോലീസ് അവിടെ ആശുപത്രിയിലെത്തി പരിശോധന
പരിശോധന നടത്തിയിരുന്നു. നിതിൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ പരിശോധന നടത്തിയിരുന്നു. സഹപാഠികളുടെയും ഒപ്പം തന്നെ അവിടുത്തെ അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രിൻസിപ്പളുടെ മൊഴിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മഹത്യ നടന്ന ദിവസം 10-ാം തീയതി ഈ നിതിനെ പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളത് പ്രിൻസിപ്പൽ തന്നെ വിനോദ് മോണി സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് ഈ ഡോക്ടർ ലത എന്ന് പറയുന്ന അധ്യാപിക നിതിനെതിരെ ഒരു പരാതി പ്രിൻസിപ്പലിനെ കൊടുത്തിരുന്നു. അതായത് ഈ ഒരു ലോൺ ആപ്പ് ഇൻസ്റ്റാപേ എന്ന് പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് ഈ അധ്യാപികക്ക് നിരന്തരം ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പലിന് പരാതി നൽകുന്നത്. പ്രിൻസിപ്പൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിതിനെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തുന്നു. എങ്ങനെയാണ് ഈ നമ്പർ, ടീച്ചറിന്റെ നമ്പർ ഈ ലോൺ ആപ്പുകൾ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ നിതിൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും സഹോദരിയുടെയും അമ്മയുടെയും പേരുകൾ മാത്രമാണ് കൊടുത്തത് എന്നുള്ളത്. പക്ഷേ ഈ അമ്മയുടെ പേരും ഈ ടീച്ചറിന്റെ പേരും ലത എന്നായതുകൊണ്ട് അങ്ങനെ ഈ ഇൻസ്റ്റാപേ ഈ ലോൺ ആപ്പുകാർ ഈ നമ്പർ എടുത്ത് വിളിച്ചതാകാമെന്ന് പറയുന്നു. ഈ ചേംബറിൽ വെച്ച് ഈ ആപ്പുകാരെ ബന്ധപ്പെട്ടെങ്കിലും അവർ ഈ ടീച്ചറിനെ വിളിക്കാതിരിക്കുന്നത് തുടരില്ല എന്ന് ഉറപ്പും പറഞ്ഞില്ല. അങ്ങനെയാണ് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നത്. ഇത് നിതിന് വളരെയധികം മനോവിഷമം ഉണ്ടാക്കി എന്ന് പറയുന്നു. അതായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്നുള്ള ഈ ആത്മഹത്യാ തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണമെന്നുമാണ് പ്രിൻസിപ്പളും വ്യക്തമാക്കുന്നത്. ശ്രീനിധി. ശരി, എന്തായാലും അജീഷ് പറഞ്ഞതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയാണോ അത് അല്ലെങ്കിൽ ഡോക്ടർ MK റാമിന്റെ അത്രത്തോളം ക്രൂരമായ പൈശാചികമായ അധിക്ഷേപ പരാമർശമാണോ ഇത്തരത്തിൽ നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.